എൻ്റെ ഉണ്ണി കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്. മൈൻഡില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ പെസഹാപ്പമാണ്. ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ്. ആദ്യമായിട്ടുണ്ടാക്കിയ കാരണം ഇതെങ്ങനെയുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. അത് കാരണം ഞാൻ എല്ലാവരും വരുമ്പം കട്ട് ചെയ്യാൻ വേണ്ടി അതെടുത്തില്ല. പിന്നെ പപ്പയുടെ ഫാമിലിയിൽ എല്ലാവരും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പപ്പയുടെ ചേട്ടനും ചേട്ടൻ്റെ മക്കളും എല്ലാവരും ഇവിടെ തൊട്ടടുത്ത് തന്നെ. ആദ്യം അവർ ഞങ്ങളുടെ വീട്ടിൽ വരും. എന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരുടെയും വീട്ടിലായിട്ട് ഞങ്ങൾ പോകും. ഇത് മേരി ആൻറ്റി, പപ്പയുടെ സിസ്റ്ററാണ്. കളഞ്ഞു. ഇതാണ് സോണിയുടെയൊക്കെ തറവാട്. ഇപ്പം ഇവിടെ സാജു ചേട്ടനാണ് താമസിക്കുന്നത്. ഇവർ 4 പേരാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ ആളാണ് ഈ സാജു ചേട്ടൻ. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പറയാനുള്ള കാര്യം അനുസരിച്ചാണ് നീ നാളെ മാറ്റം വരുത്താൻ പറ്റിയത്? ഇന്നലെ പോകുന്നതിനെ നിന്റെ കടവ് പോവാ, നാളെ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ വെച്ചത് എന്താ പറയുക? അത്ര പറഞ്ഞല്ലേ അത് മാറ്റിയത്. അങ്ങനെ ഇനി രക്ഷപ്പെടാന്ന് വിചാരിച്ചോന്ന്. ഇല്ല അതൊന്നും തിന്നില്ല. നെക്സ്റ്റ് പ്രാർത്ഥന ജോമോൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. ജോമോൻ ചേട്ടനാണ് ഇളയ ചേട്ടന്. ഇവരെ കൂടാതെ 2 പെൺപിള്ളേരും ഉണ്ട്, ചേച്ചിമാർ. അവർ കെട്ടിച്ചു വിട്ടിരിക്കുക. അവരവരുടെ വീട്ടിലാണ്. ഇവിടെ തന്നെ ചാച്ചനും അമ്മയുണ്ട്. ചാച്ചനും അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പപ്പയുടെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും. അടുത്തത് സാബു ചേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു പ്രാർത്ഥന. അവിടെ വെച്ച് അപ്പവും പാലും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ സജിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. സജിച്ചേട്ടന് മൂത്ത ആളാണ്. അത് ഇരിക്കണ്ടേ? ഫോട്ടോയുടെ കാര്യം പച്ചറോട്ടി ഉള്ളവരെടുത്ത് വെക്കണേ. ചില വീട്ടിൽ മറന്നു പോയിട്ടുണ്ട്. പച്ചറോട്ടി മുറിക്കാൻ മറന്നു പോയിട്ടുണ്ട്. നാളെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ചില വീടൊന്നും പറയണില്ല. എല്ലാവരും ഫുഡ് കാണിക്കാം. ആചരണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ ഇവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥനയുടെയും ഒത്തുചേരലിൻ്റെയും നിറവിൽ ഈ വർഷത്തെ നമ്മുടെ പെസഹ വ്യാഴം സമാപിച്ചിരിക്കുന്നു.